ഇന്ന് നമുക്ക് ഒരച്ഛന്റെയും മകളുടെയും കഥ പറയുന്ന വള്ളമൈ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. ഒരു ദിവസം സ്കൂൾ വിട്ടു വരുന്ന മകളാണെങ്കിൽ അച്ഛനോട് തനിക്ക് ഒട്ടും പറ്റുന്നില്ല, വയറുവേദന എടുക്കുന്നു, ബ്ലഡ് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അച്ഛനാണെങ്കിൽ മകൾ പ്രായപൂർത്തിയായെന്നാ കരുതിയത്. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നായകനായ ശരവണനെയും ശരവണന്റെ ഏക മകളായ ഭൂമിയുമാണ്. മകളായ ഭൂമിയും കൂട്ടി ശരവണൻ ചെന്നൈയിലേക്ക് പോവുകയാണ്. എന്തെന്നാൽ ഈ ശരവണനാണെങ്കിൽ ഒരു പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഒരു പെൺകുഞ്ഞു ജനിച്ചു. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകുന്ന സമയത്തായിരുന്നു ഒരിക്കൽ ശരവണന്റെ ഭാര്യ വെള്ളം കോരുവാനായി കിണറിനടുത്തെത്തിയതും കാല് തന്നെ കിണറിൽ വീണ് മരണപ്പെട്ടു പോയി. അതോടുകൂടി ശരവണനും കുഞ്ഞിനും ആരുമില്ലാതായി. പിന്നീട് ആ കുഞ്ഞ് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടി അവളെ നന്നായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോകാമെന്നും ശരവണൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഭൂമിയും കൂട്ടി ചെന്നൈയിലേക്ക് വരുന്നതും. ഒരു ഓട്ടോയിലാണ് അവർ വരുന്നതും. ഓട്ടോക്കാരനോട് ശരവണൻ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുമുണ്ട്. തങ്ങൾക്ക് താമസിക്കുവാനായിട്ട് നല്ല ഏതെങ്കിലും വീട് റെഡിയാക്കി തരുമോ എന്നൊക്കെ ശരവണൻ ഓട്ടോക്കാരനോട് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഓട്ടോക്കാരനാണെങ്കിൽ ഒരു വീട് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ വീട് ഭൂമിക്കും ശരവണനും ഒരുപാട് ഇഷ്ടമായി. എന്നാൽ അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഒരു പയ്യനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഓടി വരും. ഓടി വന്ന് ശരവണനെ തട്ടുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, എന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പുതിയ താമസക്കാരാണെന്നും ശരവണൻ പറയും. എന്നാൽ ആ പയ്യന്റെ പെരുമാറ്റമൊന്നും ശരവണൻ അത്ര ഇഷ്ടമാകുന്നതേയില്ല. അപ്പോൾ ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഇവനൊന്നും ശരിയല്ല, ഇവനൊക്കെ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്ന പയ്യന്മാരാണെന്നൊക്കെ ശരവണനോട് ഓട്ടോക്കാരൻ പറയും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണോ എനിക്കും മകൾക്കും നിങ്ങൾ വീട് റെഡിയാക്കി തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയുന്നത്, നിങ്ങൾ എവിടെ താമസത്തിന് പോയാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണും, നമ്മൾ നമ്മളുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്നും ഓട്ടോക്കാരൻ പറയുന്നു. മാത്രവുമല്ല ശരവണന് വേറെ ജോലിയൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ജോലി റെഡിയാക്കി തരുമോ എന്നും ശരവണൻ ചോദിക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ മുമ്പ് പെയിന്റിന്റെ വർക്കൊക്കെ ചെയ്തിരുന്നു, നിന്നെ അവിടെ ജോലിക്കാക്കാം. പിന്നെ നീ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമെല്ലാം എന്റെ ഓട്ടോ കൊണ്ടുപോയി ഓട്ടിച്ചു എന്നും ഓട്ടോക്കാരൻ പറയുന്നു. ശരവണനെയും മകളെയും ആ ഓട്ടോക്കാരന് നല്ല കാര്യമായിരുന്നു. അവരുടെ ജീവിതാവസ്ഥകളൊക്കെ കണ്ട് പാവം തോന്നിയാണ് ഓട്ടോക്കാരൻ അവരെ സഹായിക്കുന്നതും. അടുത്ത ദിവസം തന്നെ ശരവണനെയും കൂട്ടി ഓട്ടോക്കാരനാണെങ്കിൽ പണ്ട് ഈ ഓട്ടോക്കാരൻ പെയിന്റ് അടിക്കാനും പിന്നെ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ പോകുമായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ ജോലി ആരുടെ കീഴിലാണോ ചെയ്തിരുന്നത് അവരുടെ അടുത്തേക്ക് ശരവണനെയും കൊണ്ടുപോകുന്നു. എന്നിട്ട് ശരവണനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഏകദേശം ജോലിയും സെറ്റാക്കി. ശരവണന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ശരവണനോട് അയാൾ പറയുന്നുണ്ട്, നീ എന്തായാലും രാത്രിക്കല്ലേ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ പോകേണ്ടത്, അതുകൊണ്ട് എത്രയും വേഗം ഒരു ബൈക്ക് വാങ്ങണമെന്നും ശരവണനോട് അയാൾ പറഞ്ഞു. അതനുസരിച്ച് ബൈക്കൊക്കെ വാങ്ങുകയാണ്. അങ്ങനെ ശരവണൻ ഭൂമിയെ ഒരു സ്കൂളിലും ചേർത്തു. അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഒരിക്കൽ വൈകുന്നേരം തന്റെ മകളെ വിളിക്കുവാനായിട്ട് ശരവണൻ സ്കൂളിനടുത്തെത്തിയതും. എന്നാൽ ഭൂമിയാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലും. അവൾക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണവും. എന്നത്തെയും പോലെ അല്ലായിരുന്നു അവള്. അവളാണെങ്കിൽ ശരവണനോട് പറയും, അച്ഛാ, എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം പോലെ. മാത്രമല്ല എനിക്ക് യൂറിൻ പോകുന്ന സ്ഥലമൊക്കെ വല്ലാതെ വേദനിക്കുന്നു, ബ്ലഡൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം അവൾ ശരവണനോട് പറയുന്നു. എന്നാൽ ശരവണൻ കരുതിയത് തന്റെ മകൾ വലുതായി എന്നാണ്. ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറിനെ കാണിച്ചിട്ട്, എന്റെ മകള് പ്രായപൂർത്തിയായെന്നാ തോന്നുന്നത്, എന്റെ വീട്ടിൽ സ്ത്രീകൾ ആരുമില്ല, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയണമെന്നും ശരവണൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഭൂമിയെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ ചെക്ക് ചെയ്തിട്ട് തിരികെ വന്ന ഡോക്ടറിന്റെ എക്സ്പ്രഷനൊക്കെ വേറെയായിരുന്നു. എന്തെന്നാൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു ഡോക്ടർ. ഡോക്ടർ ഉടനെ തന്നെ ഭൂമിയോട് പുറത്തു പോയിരിക്കുവാനായും പറഞ്ഞു. ഭൂമി അതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് ശരവണനോട് ഡോക്ടർ പറയും, നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ മകള് പ്രായപൂർത്തിയായതൊന്നുമല്ല, കുഞ്ഞിനെ ആരോ റേപ്പ് ചെയ്തിരിക്കുന്നു. അതും അവളുടെ അറിവോടുകൂടിയല്ല, ആരോ അവൾക്ക് മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ടാ അവളെ റേപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ കുഞ്ഞിനറിയത്തില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയും. ഡോക്ടർ പറയുന്നത് കേട്ട് ശരവണൻ ആകെ തകർന്നു പോകും. അയ്യോ, എന്റെ മകളോട് ഇങ്ങനെ ചെയ്തിട്ടുള്ളവനെ ഉറപ്പായും കണ്ടെത്തണം, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നും ശരവണൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത്, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് ഉറപ്പായും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലൊന്നും നീതി കിട്ടാനൊന്നും പോകുന്നില്ല. ഒരുപാട് ചോദ്യങ്ങളൊക്കെ കുഞ്ഞിനോടൊക്കെ ചോദിക്കും, അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല.
മാത്രവുമല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേസ് മുന്നോട്ട് പോകണമെന്നുമില്ല. ഇതെല്ലാം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഭാവിയെ അത് ബാധിക്കുന്നത്. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ ആ കുഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ അവളുമാകെ തകർന്നു പോകുമെന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നത് കേട്ട് ശരവണനും അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കും. എന്നാലും ശരവണന്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെയാലും പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുമല്ലോ എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറയുന്നത് കേട്ടിട്ടും ശരവണനാണെങ്കിൽ വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ട് ഡോക്ടർ പറയുന്നത്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. നമ്മളിപ്പോൾ റോഡിൽ കൂടി പോകുന്ന സമയത്ത് ഒരു തെരുവ് പട്ടി, ഒരു പേപ്പട്ടി നമ്മളെ കടിച്ചു വന്നിരിക്കട്ടെ, നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോകും. അതുപോലെ ഇതിനെ കരുതിയാൽ മതി. ഒരു പേപ്പട്ടി കടിച്ചു, അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു, എല്ലാം ഇവിടെ അവസാനിച്ചു. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. കുഞ്ഞിന്റെ ഭാവിയെ പറ്റി ചിന്തിക്കാനും ഡോക്ടർ പറയുന്നു. എന്നാലും ശരവണനാണെങ്കിൽ അതിന് മറുപടി ഒന്നും കൊടുക്കാതെ മകളെയും കൂട്ടി അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങും. തിരികെ പോകുന്ന സമയത്ത് ശരവണനാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനടുത്തെത്തിയിട്ട് മകളെ പുറത്തു നിർത്തിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. അവിടെ പോലീസുകാരാണെങ്കിൽ മറ്റുള്ള പ്രതികളെയൊക്കെ വളരെ ക്രൂരമായിട്ട് ചോദ്യം ചെയ്യുന്നുമുണ്ട്. മാത്രമല്ല, പോലീസിനോട് ഈ വിവരം പറയാമെന്ന് പറഞ്ഞ് ശരവണൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയം തന്നെ കുറെ പേർ അവിടെ നിന്ന് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന SIയെ പറ്റി സംസാരിക്കുന്നതെല്ലാം ശരവണൻ കേൾക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ, കാശുണ്ടെങ്കിലേ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കൂ, കാശുള്ളവനല്ലേ ഇവിടെ എന്ത് കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതെല്ലാം ശരവണൻ കേൾക്കുന്നു. അപ്പോൾ ആ പോലീസുകാരുടെ സ്വഭാവവും പ്രവൃത്തിയും എന്തെന്ന് ശരവണന് മനസ്സിലായി. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും ശരവണൻ ചിന്തിച്ച് ഉടനെ തന്നെ മകളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. അന്നേ ദിവസം രാത്രി ശരവണനും മകളും ഉറങ്ങുവാനായി കിടന്നു. എന്നാൽ ശരവണനാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല. മകൾ ഉറങ്ങിക്കഴിഞ്ഞതും ശരവണൻ മാറിയിരുന്ന് കരയുകയാണ്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിനുവേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ആലോചിച്ചാണ് ശരവണൻ കരയുന്നതും. മാത്രവുമല്ല, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരവണന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. ശരവണനാണെങ്കിൽ ശബ്ദം പോലും കേൾപ്പിക്കാതെ മകൾ അറിയാതെ ഇരുന്ന് കരയുകയാണ്. അടുത്ത ദിവസം ശരവണൻ ജോലിക്ക് പോകുവാനായി ഇറങ്ങുകയായിരുന്നു. ശരവണനടുത്തേക്ക് എത്തിയ ഭൂമി, അച്ഛാ, അവനെ എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് ചോദിക്കും. അത് കേട്ട് ശരവണൻ ആരെയാ എന്ന് ഒന്നും അറിയാത്ത മട്ടിൽ ചോദിക്കും. എന്നോട് മോശമായി പെരുമാറിയില്ലേ, അവനെ എന്ത് ചെയ്യാനാ പോകുന്നതെന്നും ഭൂമി ചോദിക്കുമ്പോൾ ശരവണൻ ഞെട്ടിപ്പോകുന്നു. നീ എങ്ങനെയാ ഇതെല്ലാം അറിഞ്ഞതെന്നും ശരവണൻ ചോദിക്കുമ്പോൾ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. അന്ന് ഡോക്ടർ എന്നോട് പുറത്തിരിക്കാൻ പറഞ്ഞ സമയത്ത് നഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയല്ലായിരുന്നു. ആ സമയത്താ ഞാൻ ഇതെല്ലാം കേട്ടത്. എന്നോട് മോശമായി പെരുമാറിയവൻ ഒരു പേ പിടിച്ച നായി തന്നെയാ. ആ പേ പിടിച്ച നായി എന്നോട് ചെയ്തതുപോലെ നാളെ മറ്റാരോടും ചെയ്യരുത്. അവനെ നമുക്ക് കണ്ടെത്തണമെന്നുള്ള കാര്യവും ഭൂമി ശരവണനോട് പറയുന്നു. എനിക്കന്ന് ഇതെല്ലാം ആലോചിച്ച് ഉറക്കം പോലും വന്നില്ല. പിന്നെ ഞാൻ ഉറങ്ങിയതുപോലെ അഭിനയിച്ചതാ. എങ്കിലല്ലേ അച്ഛന് സമാധാനം കിട്ടൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഉറപ്പായും അയാളെ കണ്ടുപിടിച്ച് നമുക്ക് നല്ല തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കണമെന്നും ഭൂമി ശരവണനോട് പറയുന്നു. ശരവണൻ തന്റെ മകളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അന്ന് രാത്രി പോസ്റ്റർ ഒട്ടിക്കാനായി പോകുന്ന സമയത്ത് ഭൂമിയെ കൊണ്ടാണ് ശരവണൻ പോകുന്നതും. ഭൂമി അവിടെ ഇരുത്തിയിട്ട് ശരവണൻ പോസ്റ്റർ ഒട്ടിക്കുവാനായും പോയി. അതേസമയം ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ അതുവഴി വരികയായിരുന്നു. ഭൂമി ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെന്ന് കരുതി കോൺസ്റ്റബിൾ ഭൂമിക്കടുത്ത് വന്നിട്ട് എന്തിനാ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ല സാർ, എന്റെ മകളാ, ഞാനവളെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് കൂടെ കൊണ്ടുവന്നതാണെന്നും ശരവണൻ പറഞ്ഞ് അവിടേക്ക് വരും. അതേസമയം തന്നെയായിരുന്നു അവിടുത്തെ ഇൻസ്പെക്ടറും അതുവഴി പോകുന്നത്. കോൺസ്റ്റബിൾ അവരോട് നിന്ന് സംസാരിക്കുന്നത് കണ്ട് ഇൻസ്പെക്ടർ ആണെങ്കിൽ, എന്താ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാ ഇവരൊക്കെ? ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടും ഇൻസ്പെക്ടർ പറയുന്നു. അത് കേട്ടതും കോൺസ്റ്റബിളിനും വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. അയ്യോ, ഈ സാറാണെങ്കിൽ ഒരു ക്രൂരനാണ്, നിങ്ങൾ അയാളുടെ കണ്ണിൽ പെട്ടല്ലോ, ഇനി എന്താ ചെയ്യുക എന്നും പറഞ്ഞ് വളരെ ടെൻഷനോട് കൂടി ഭൂമിയെയും ശരവണനെയും കൂട്ടി സ്റ്റേഷനിലേക്കും പോകുന്നു. എന്നാൽ സ്റ്റേഷനിലെത്തിയ സമയത്ത് ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിൽ വേറൊരു കേസിനെ സംബന്ധിച്ച് വല്ലാത്ത ടെൻഷനിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ, ശരി ശരി, ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് എന്നും ഇൻസ്പെക്ടർ പറയുന്നു. അത് കേട്ടതും കോൺസ്റ്റബിളിന് ഒരുപാട് സന്തോഷമായി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ദയവ് ചെയ്ത് രാത്രിയെന്നും ഈ പെൺകുഞ്ഞിനെ ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ട് നടക്കരുത്, സാറിന്റെ കണ്ണിലും വന്ന് പെടരുത് എന്നുള്ള കാര്യവും പറഞ്ഞാണ് കോൺസ്റ്റബിൾ അവിടെ നിന്നും അവരെ പറഞ്ഞു വിടുന്നതും. അടുത്ത ദിവസം ഭൂമിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ശരവണൻ. അന്നേ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത്, നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ എന്നൊക്കെ ഭൂമിയോട് ശരവണൻ ചോദിക്കും. 2 ദിവസം മുൻപ് നടന്ന കാര്യങ്ങളാണ് പിന്നീട് ഭൂമി പറയുന്നതും. അതൊരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് നമ്മളെ കാണിക്കുന്നതും. എന്നും പുലർച്ചെ പോസ്റ്റർ ഒട്ടിക്കുവാനായി പോകുന്ന പതിവ് ശരവണനുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്ത് അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കാറുള്ളതും. എന്നത്തെയും പോലെ അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അവർ ഉറക്കമായി. അടുത്ത ദിവസം അലാറം ശബ്ദം കേട്ടതും ഭൂമിയാണ് ശരവണനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിടുന്നതും. ശരവണൻ പോസ്റ്റർ ഒട്ടിക്കുവാനായും പോയി.
എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അടുത്തൊരു പയ്യനുണ്ടല്ലോ, അവനെ നമുക്ക് ഏതെങ്കിലും ഒരു പേര് വിളിക്കാം, ശക്തി എന്ന് വിളിക്കാം. ഈ ശക്തിയാണെങ്കിൽ അതുവഴി ഓടി വരികയാണ്. എന്തെന്നാൽ അവൻ ആരുടെയോ പെട്രോൾ മോട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവനെ ഫോളോ ചെയ്തും വരുന്നുണ്ട്. ശക്തി തന്നെ ഫോളോ ചെയ്ത് വരുന്നവരെ പേടിച്ച് തന്റെ കൈവശമുണ്ടായിരുന്ന പെട്രോളിന്റെ കുപ്പിയാണെങ്കിൽ എടുത്ത് നമ്മുടെ ശരവണന്റെ വീട്ടിലേക്ക് എറിയുന്നു. അതേസമയമായിരുന്നു അവരാണെങ്കിൽ ശക്തിയെ പിടികൂടിയതും. എവിടെയാടാ നീ അടിച്ചു മാറ്റിയ പെട്രോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്നെ പരിശോധിച്ച് നോക്ക്, കിട്ടുന്നെങ്കിൽ കൊണ്ടുപോയ്ക്കോ എന്നുള്ള കാര്യം അവൻ പറയും. പരിശോധിച്ച് നോക്കിയിട്ടും ആർക്കും പെട്രോൾ കിട്ടിയതേയില്ല. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. പോസ്റ്റർ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് ഭൂമി നല്ല ഉറക്കത്തിലായിരുന്നു. അവൾക്ക് സ്കൂളിൽ പോകണമല്ലോ, അതുകൊണ്ട് അവളെ തട്ടി എഴുന്നേൽപ്പിച്ച് കുളിക്കാനൊക്കെ പറഞ്ഞുവിടും. കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഭൂമി കാണുന്നത് ശരവണൻ ക്ഷീണം കാരണം ഉറങ്ങുന്നതാണ്. അച്ഛനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട, താൻ തന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കോഫിയൊക്കെ ഉണ്ടാക്കി അച്ഛന് കൊടുക്കുവാനായി പോകുന്നു. അത് കാണുന്ന ശരവണനാണെങ്കിൽ, അയ്യോ മോൾ ഇതെല്ലാം ചെയ്തോ, ഞാനങ്ങ് ഉറങ്ങിപ്പോയെന്നും ശരവണൻ ഭൂമിയോട് പറയുന്നു. ഭൂമിയെ റെഡിയാക്കി സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്കൂളിന് മുന്നിലാണെങ്കിൽ ചക്രവർത്തി എന്നൊരാളുടെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് ശരവണൻ ചോദിക്കുന്ന സമയത്ത്, ഇതോ നാളെ വരാൻ പോകുന്ന ചീഫ് ഗസ്റ്റാ, നമ്മുടെ സ്കൂളിന് 50 ലക്ഷം രൂപ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ചക്രവർത്തിയുടെ പേര് നമ്മുടെ സ്കൂളിന് മുന്നിൽ വെക്കാൻ പോവുകയാ. അതിന്റെ ഫംഗ്ഷനാ നാളെ നടക്കാൻ പോകുന്നത്. നാളെ ഫംഗ്ഷനിൽ ഭരതനാട്യം കളിക്കാൻ പോകുന്നത് ഞാനാ. അച്ഛൻ ഫ്രീ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന പ്രാക്ടീസ് കാണുവാനായിട്ട് വരുവാനായിട്ടും ഭൂമി പറഞ്ഞിട്ട് കയറി പോകുന്നു. അന്നേ ദിവസം വൈകിട്ട് പ്രാക്ടീസ് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ശരവണനും എത്തുന്നുണ്ട്. ഭൂമി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് കണ്ട് ശരവണന് ഒരുപാട് സന്തോഷമായി. അതൊക്കെ കഴിഞ്ഞ് ശരവണനും ജോലിക്കായി പോകുന്നു. എന്നാൽ അതേസമയം തന്നെയായിരുന്നു എല്ലാം കഴിഞ്ഞ് നടന്നു വരികയായിരുന്ന ഭൂമിയുടെ കവളിലാണെങ്കിൽ അവിടുത്തെ പ്യൂണാണെങ്കിൽ തൊട്ടുകൊണ്ട് നിന്ന് സംസാരിക്കുന്നതും ഒരു ടീച്ചർ കാണുന്നു. ടീച്ചർ ഉടനെ തന്നെ ആ ഒരു പ്യൂണിന്റെ അടുത്തെത്തിട്ട്, എന്തിനാ കുഞ്ഞിന്റെ കവളിൽ കൈയൊക്കെ വെച്ചിരുന്ന് സംസാരിക്കുന്നത്, ദേഹത്ത് എന്തിനാ തൊടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അയ്യോ ടീച്ചറെ, അത് കൊച്ചു കുട്ടിയല്ലേ, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പ്യൂൺ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഭൂമി നേരെ വീട്ടിലേക്കും എത്തുന്നുണ്ട്. ശരവണന് അന്ന് വൈകിട്ടും കുറച്ച് ജോലി ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതിനാൽ ശരവണൻ ജോലിക്കായും പോകുന്നു. അതേസമയം തന്നെയായിരുന്നു ഈ ശക്തിയാണെങ്കിൽ പെട്രോള് ഈ ശരവണന്റെ വീട്ടിലേക്ക് എറിഞ്ഞില്ലേ, അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കടന്നു വന്നതും അത് കാണുന്നതും നമ്മുടെ ഭൂമി ഞെട്ടിപ്പോകുന്നുണ്ട്. പെട്രോൾ കയ്യിലെടുത്ത് ശക്തിയാണെങ്കിൽ അവിടേക്ക് വന്ന ഭൂമിക്ക് തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് എടുത്തു കൊടുക്കും. ചോക്ലേറ്റ് വാങ്ങുവാനായിട്ട് ഭൂമി മടിക്കുന്നു. അവളെ ഒരുപാട് വിരട്ടിയിട്ടാണ് ചോക്ലേറ്റ് കൊടുക്കുന്നതും അവളോട് കഴിക്കുവാനായിട്ടും അവൻ പറയുന്നു. അവൻ വിരട്ടുന്നതിൽ പേടിച്ച് ഭൂമി അവന്റെ മുന്നിൽ വെച്ച് ചോക്ലേറ്റ് കഴിക്കുന്നു. അവൾ കഴിച്ചുവെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ശക്തി അവിടെ നിന്ന് പോയതും. അത് കേട്ട ശരവണൻ ചോദിക്കും, അവൻ തന്ന ചോക്ലേറ്റ് കഴിച്ചതും നീ ഉറങ്ങി എങ്ങാനും പോയോ? അതെ, ഞാൻ ഉറങ്ങിപ്പോയി, എനിക്ക് നല്ല ക്ഷീണമായിരുന്നു എന്നും ഭൂമി പറയുന്നു. അത് കേട്ടതും ഭൂമിക്ക് അങ്ങനെ സംഭവിക്കാൻ കാരണം ശക്തിയാണെന്ന് ശരവണൻ ഉറപ്പിച്ചു. ഉടനെ തന്നെ ശരവണൻ ഭൂമിയും കൂട്ടി ശക്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ശക്തിയാണെങ്കിൽ അവന്റെ സഹോദരിക്കൊപ്പമാണ് താമസിക്കുന്നതും. അവിടെ ചെന്ന സമയത്ത് അവന്റെ സഹോദരി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നതും. ശക്തിയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അവൻ എവിടെ പോയെന്നറിയില്ല, കുറച്ചു ദിവസമായി അവനെ കണ്ടിട്ട് എന്നുള്ള കാര്യം ചേച്ചി പറയുന്നു. അത് കേട്ടതും ശരവണനാണെങ്കിൽ ഉടനെ തന്നെ അവന്റെ കൂട്ടുകാരടുത്തൊക്കെ അന്വേഷിക്കാമെന്ന് തീരുമാനിച്ച് അവന്റെ ഏതൊക്കെ കൂട്ടുകാരുണ്ടോ അവരോടെല്ലാം പോയി ശക്തിയെപ്പറ്റി അന്വേഷിക്കും. അവൻ എവിടേക്ക് ചെന്നിരിക്കുന്നു അവിടെയെല്ലാം ശരവണൻ പോകുന്നു. പക്ഷെ എന്നിട്ട് യാതൊരു വിവരവുമില്ല. കുറച്ചു ദിവസമായി അവനെ കണ്ടിട്ട് എന്നായിരുന്നു എല്ലാവരുടെയും മറുപടിയും. പിന്നീട് അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് ഭൂമിയോട് ചോദിക്കുമ്പോൾ വീണ്ടും ഭൂമി അന്നേ ദിവസത്തെ കാര്യം പറയും. അടുത്ത ദിവസം അവരുടെ സ്കൂളിൽ ഫംഗ്ഷൻ നടക്കുകയാണല്ലോ, ചക്രവർത്തിയാണല്ലോ അതിൽ ഗസ്റ്റായിട്ട് വരുന്നതും. അങ്ങനെ ആ ഫംഗ്ഷന് ഭരതനാട്യം കളിക്കാൻ പോകുന്നത് ഭൂമിയായതിനാൽ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. പ്രോഗ്രാം തുടങ്ങാൻ സമയമായിട്ടും ശരവണനെ കാണാത്തത് കൊണ്ട് ഭൂമിക്ക് വല്ലാതെ സങ്കടം വരുന്നു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ശരവണനെ വിളിക്കും. എന്നാൽ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് പറയുന്നതും. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷെ മറ്റൊരു വശത്ത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നാൽ ശരവണൻ സ്കൂട്ടറിൽ വരികയായിരുന്നല്ലോ, പെട്ടെന്ന് തന്നെ പെട്രോൾ തീർന്നു പോയി. എന്താണ് സംഭവിച്ചതെന്ന് ശരവണൻ അറിയത്തില്ല. 700 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാ, എന്നിട്ട് ദേ ഇപ്പോൾ കാലിയായി. എന്ത് ചെയ്യുമെന്നറിയാതെ റോഡിൽ നിൽക്കുകയായിരുന്നു ശരവണൻ. അങ്ങനെ പ്രോഗ്രാമും ആരംഭിച്ചു. ചക്രവർത്തിയാണല്ലോ ഗസ്റ്റായിട്ട് വരുന്നതും സ്കൂളിന് 50 ലക്ഷം രൂപ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചക്രവർത്തിക്ക് നല്ല സ്വീകരണമായിരുന്നു സ്കൂളിൽ കിട്ടിയതും. അങ്ങനെ ഭൂമിയുടെ ഭരതനാട്യവും ആരംഭിച്ചു. ചക്രവർത്തി ഭരതനാട്യമെല്ലാം കണ്ട് പുഞ്ചിരിയോടെ സന്തോഷിച്ചിരിക്കുകയാണ്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ഭൂമിയോട് പ്യൂൺ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ വേഷത്തിലാണോ തിരികെ വീട്ടിൽ പോകുന്നത്? ഇത് മാറിയിട്ട് പോയെന്ന് പറയുമ്പോൾ, അത് സാരമില്ല, എനിക്ക് അച്ഛനെ കാണിക്കാനാ ഞാൻ ഈ വേഷത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കേട്ട് പ്യൂൺ പറയുന്നത്, ഇനി അങ്ങറ്റം വരെ ഇതുപോലെ പോകണ്ടേ,
നീ എന്തായാലും മാറ്റിയിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഭൂമിയെ പറഞ്ഞു വിടുന്നു. ഭൂമി ഡ്രസ്സ് മാറുവാനായി പോകുന്ന സമയം അവളുടെ പിന്നാലെ തന്നെ ആ പ്യൂണും ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ പ്യൂണിനെയും നമുക്ക് സംശയം തോന്നും. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ അടുത്ത വീട്ടിലായിട്ട് ശക്തി വന്ന കാര്യം ശരവണന് മനസ്സിലായി. ഉടനെ തന്നെ ശക്തിക്കടുത്തേക്ക് എത്തി ശരവണനാണെങ്കിൽ ഒരുപാട് അവനെ തല്ലും. നീ എന്താടാ ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചാണ് തല്ലുന്നതും. അത് കേട്ടതും ശക്തിയാണെങ്കിൽ എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് നടന്ന സംഭവം എന്താണെന്ന് ശക്തി തുറന്ന് പറയുന്നു. അന്നേ ദിവസം ശരവണനാണെങ്കിൽ സ്കൂളിലേക്ക് പ്രോഗ്രാം കാണുവാനായി എത്തിയില്ലല്ലോ. കുഞ്ഞാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലും ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് സങ്കടപ്പെട്ട് ശരവണനോട് പരാതി പറയുന്നതെല്ലാം ശക്തി കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരവണൻ പറയുന്നുണ്ട്, മോളെ ഞാൻ മനഃപൂർവ്വം വരാത്തതല്ല, 100-700 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാ. പെട്രോൾ എങ്ങനെ തീർന്നു പോയെന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്നും കുഞ്ഞിനോട് ശരവണൻ സംസാരിക്കുന്നതെല്ലാം ശക്തി കേൾക്കുന്നു. ശക്തിക്കാണെങ്കിൽ വല്ലാതെ കുറ്റബോധം തോന്നും. കാരണം 700 രൂപയ്ക്ക് ശരവണനാണെങ്കിൽ പെട്രോൾ അടിച്ചു വെച്ചിട്ട് ആ പെട്രോൾ ഊറ്റിയെടുത്തത് മറ്റാരുമല്ല, ശക്തി തന്നെയായിരുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ പെട്രോൾ ഊറ്റിയെടുത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കുഞ്ഞിന്റെ പ്രോഗ്രാം കാണുവാനായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാതായി പോയത്. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ശക്തി പൊട്ടിക്കരയുന്നു. അത് കേട്ടതും ശരവണൻ ചിന്തിക്കും, ഞാൻ ചോദിക്കുന്നതെന്ത്, ഇവനേത് പെട്രോളിന്റെ കാര്യമാ പറയുന്നത് എന്നൊക്കെ ശരവണൻ ചിന്തിക്കുന്നു. അത് കേട്ടതും ശക്തി ഇതിൽ നിരപരാധിയാണെന്നും ശരവണന് മനസ്സിലായി. അതോടുകൂടി പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചതെന്നും കുഞ്ഞിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ശരവണൻ. പ്യൂൺ പറഞ്ഞതനുസരിച്ച് ഡ്രസ്സ് മാറുവാനായിട്ട് ഭൂമി ഒരു റൂമിനടുത്തേക്ക് ചെല്ലും. അതേസമയം തന്നെ അവളെ ഫോളോ ചെയ്ത് ആ പ്യൂണും ഉണ്ടായിരുന്നല്ലോ. പ്യൂണിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നെന്ന് ഒരു ടീച്ചർ പറഞ്ഞതിനാൽ പ്യൂൺ അവിടെ നിന്ന് അപ്പോഴേ പോയി. എന്നാൽ അതേസമയം ആ റൂം പൂട്ടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറാനാകാതെ അവൾ പുറത്തേക്ക് വരുന്ന സമയത്ത് പുറത്ത് ചക്രവർത്തിയുടെ കാറുണ്ടായിരുന്നു. കാറിനടുത്തായിട്ട് ചക്രവർത്തിയുടെ ഡ്രൈവറുമുണ്ട്. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ഭൂമിയോട് ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് ഡ്രസ്സ് മാറണമായിരുന്നു, പക്ഷെ റൂം പൂട്ടിയിരിക്കുകയാണെന്നും അവൾ പറയുന്നു. അത് കേട്ട് ഡ്രൈവർ പറയും, എങ്കിലൊരു കാര്യം ചെയ്യ്, ഈ കാറിനകത്ത് കയറി നിന്ന് ഡ്രസ്സ് മാറിക്കോ, ഞാനേ സിഗരറ്റ് വലിക്കാനായി പോവുക, അതൊക്കെ കഴിഞ്ഞു വരാം, അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് പോകാമല്ലോ എന്നും അവളോട് ഡ്രൈവർ പറഞ്ഞു. അതനുസരിച്ച് അത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ചക്രവർത്തിയുടെ കാറിൽ കയറി ഡ്രസ്സ് മാറുവാനായിട്ടും ഭൂമി ആരംഭിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പോയിട്ട് പ്യൂൺ അതുവഴി നടന്നു വരുന്നതും വാച്ചും കെട്ടിക്കൊണ്ടാണ് വരുന്നതും. അതേസമയം തന്നെ പ്യൂണിന്റെ ദേഹത്ത് ആരോ ഒരാൾ വന്ന് തട്ടുന്നു. വാച്ചും തറയിൽ വീഴുകയാണ്. അതുകൊണ്ട് തന്നെ പ്യൂണിന് വല്ലാതെ ദേഷ്യം വന്നിട്ട്, നോക്കി നടന്നൂടെ എന്നൊക്കെ അയാളോട് ചോദിക്കുന്ന സമയമായിരുന്നു ചക്രവർത്തിയുടെ കാറിനുള്ളിൽ നിന്നും മറ്റൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഭൂമി ഇറങ്ങി വരുന്നതും പ്യൂൺ കാണുന്നതും. അതെല്ലാം കേട്ടുകൊണ്ടെന്ന് ശരവണൻ ചോദിക്കുന്നത്, അപ്പോൾ മോശമായി പെരുമാറിയത് ഉറപ്പായും ചക്രവർത്തി തന്നെയായിരിക്കും. അത് കേട്ട് ഭൂമി പറയുന്നത്, അച്ഛാ, അയാൾക്ക് അച്ഛന്റെ പ്രായം തന്നെയുണ്ട്, എനിക്ക് തോന്നുന്നില്ല അയാൾ അങ്ങനെ ചെയ്യുമെന്ന്. അത് കേട്ട് ശരവണൻ പറയുന്നത്, എന്റെ പ്രായമുണ്ടെന്ന് കരുതി എല്ലാവരും എന്നെ പോലെ ആകണമെന്നുണ്ടോ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, 50 ലക്ഷം രൂപ നമ്മുടെ സ്കൂളിന് ഡൊണേഷനൊക്കെ തന്ന ആളാ, വലിയ ആളാ എന്നൊക്കെ ചക്രവർത്തിയെ പറ്റി ഭൂമി പറയും. എന്നാലും ചക്രവർത്തിക്ക് നേരെയായിരുന്നു ശരവണന്റെ സംശയം മുഴുവനും. ഭൂമിയോട് ശരവണൻ പറയും, ആരെയും ഒരിക്കലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്, ഒരു മനുഷ്യരും നമ്മൾ കരുതും പോലെയൊന്നുമല്ല എന്നുള്ള കാര്യം ശരവണൻ പറയുന്നു. അത് കേട്ട് ഭൂമി പറയുന്നത്, ചക്രവർത്തിയാണിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്താ അച്ഛാ ചെയ്യാൻ പോകുന്നതെന്നും ഭൂമിയാണെങ്കിൽ ശരവണനോട് ചോദിക്കുന്നു. രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ശരവണനാണെങ്കിൽ ഭൂമിയും കുട്ടി നേരെ ആ ഒരു പ്യൂണിനെ കാണുവാനായും പോകുന്നു. ഭൂമിക്ക് ഒരു കാര്യവും ഓർമ്മയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചക്രവർത്തിയുടെ കാറിൽ നിന്നും എത്ര മണിക്കാണ് കറക്റ്റ് ഭൂമി ഇറങ്ങിയതെന്ന് ശരവണൻ അറിയണമായിരുന്നു. അതിനാണ് പ്യൂണിനടുത്തേക്ക് എത്തിയതും. പ്യൂണിനോട് ശരവണനാണെങ്കിൽ എത്ര മണിക്കാണ് ചക്രവർത്തിയുടെ കാറിൽ നിന്നും ഭൂമി ഇറങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ സാർ അതൊക്കെ അറിയുന്നത് എന്ന് പ്യൂണും ചോദിക്കുന്നു. അല്ല, ഒരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും അത് ഓർമ്മയുണ്ടോ, പറഞ്ഞു തരുമോ എന്നൊക്കെ പ്യൂണിനോട് ചോദിക്കും. ഒരു നിമിഷം വെയിറ്റ് ചെയ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പ്യൂൺ നേരെ പോയി തന്റെ ചീത്തയായ വാച്ചും എടുത്തുകൊണ്ട് വരുന്നു. ഭൂമി ചക്രവർത്തിയുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് കുറച്ച് മുൻപ് തന്നെ എന്റെ കയ്യിൽ ഒരാൾ വന്ന് തട്ടിയത് കാരണം എന്റെ വാച്ച് താഴെ വീണ് ചീത്തയായി. അപ്പോൾ ഈ സമയം സ്റ്റക്കായതാ, അതിതുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വാച്ച് എടുത്ത് ശരവണനെ കാണിക്കുന്നു. 5:30 മണിയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഏകദേശം ഒരു 5:15 മുൻപ് തന്നെ ഭൂമി ചക്രവർത്തിയുടെ കാറിൽ കയറി കാണുമെന്നുമുള്ള ഊഹം പ്യൂൺ പറയുന്നു. എന്നിട്ട് പ്യൂൺ ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കും പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുവാനായിട്ടും പ്യൂൺ പറയുന്നു. ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് ശരവണൻ ഭൂമിയും കൂട്ടി നേരെ ഡോക്ടറിനടുത്തേക്ക് പോകും. എന്തെന്നാൽ ഡോക്ടർ ഒരുപാട് പരിശോധനകളൊക്കെ നടത്തിയതാണല്ലോ. ഡോക്ടറിനും കറക്റ്റ് എത്ര സമയത്താണ് നടന്നതെന്ന് അവർക്കും അറിയാമായിരിക്കുമല്ലോ. അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറിന്റെ അടുത്തേക്ക് ഭൂമിയും കൂട്ടിക്കൊണ്ടു പോകുന്നതും.
ഡോക്ടറാണെങ്കിൽ ഭൂമിയുടെ അടുത്ത് വെച്ച് സംസാരിക്കുവാനായിട്ട് വല്ലാതെ വിമ്മിഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ശരവണൻ പറയുന്നത്, ഡോക്ടർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യവും ശരവണൻ പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത്, അന്നേ ദിവസം ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്ന ദിവസമുണ്ടല്ലോ, അന്ന് ഏകദേശം ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ടതും ശരവണൻ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ശക്തിയല്ല, ചക്രവർത്തി തന്നെയായിരിക്കും ഇതിന് പിന്നില്. ചക്രവർത്തിയുടെ കാറിൽ നിന്നും ഏകദേശം അതേ സമയത്താണല്ലോ ഭൂമി ഇറങ്ങി വന്നതും. അതോടുകൂടി ചക്രവർത്തിയാണ് ഇതിന് പിന്നിലെന്ന് ശരവണൻ ഉറപ്പിച്ചു. ഭൂമിയും കൂട്ടി നേരെ ശരവണനാണെങ്കിൽ പ്യൂണിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ചക്രവർത്തിയുടെ വീട്ടഡ്രസ് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്ത് ചോദ്യമാ, ഈ ചക്രവർത്തിയാണെങ്കിൽ വലിയ ആളാ, അയാൾക്കാണെങ്കിൽ ഒരുപാട് വീടും കാര്യങ്ങളും ഒക്കെ കാണും, കറക്റ്റായിട്ട് അഡ്രസ് ഒന്നും എനിക്കറിയത്തില്ല എന്നും പ്യൂൺ പറയുന്നു. എന്നിട്ട് പ്യൂൺ ആണെങ്കിൽ ഒരു കാര്യം കൂടി പറയും, ഒരു കാര്യം ചെയ്, ഈ ചക്രവർത്തിയുടെ ഡ്രൈവർ ആണെങ്കിൽ അന്നേ ദിവസം എന്നോടൊപ്പം ഇരുന്ന സിഗരറ്റൊക്കെ വലിച്ചത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, 30 വർഷമായിട്ട് ചക്രവർത്തിയെക്കുറിച്ച് A to Z കാര്യം എനിക്കറിയാമെന്ന്. ഒരു കാര്യം ചെയ്, നിങ്ങൾ ആ ഡ്രൈവറിനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഡ്രൈവറിന്റെ ഡീറ്റെയിൽസും ശരവണന് പ്യൂൺ പറഞ്ഞു കൊടുക്കുന്നു. അന്നേ ദിവസം അച്ഛനും മകളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തിയാണ് ഉത്തരവാദി എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചക്രവർത്തിയെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ശരവണൻ ഭൂമിയോട് ചോദിക്കുന്ന സമയത്ത് അയാളെ കൊന്നുകളയണമെന്നും ഭൂമി പറയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ എന്നത്തെയും പോലെ സ്കൂളിലേക്ക് പോവുകയാണ്. എന്നാൽ സ്കൂളിൽ വെച്ച് ചക്രവർത്തിയുടെ കാറാണെങ്കിൽ റോഡിലൂടെ പോകുന്നതും ഭൂമി കാണുന്നു. കാറ് കണ്ടതും അവൾക്ക് വല്ലാതെ ടെൻഷനാകുവാനായി തുടങ്ങി. ഉടനെ തന്നെ ടീച്ചറുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ശരവണനെ വിളിക്കും. അച്ഛാ, ദേ ആ ചക്രവർത്തിയുടെ കാറ് ഇതുവഴി പോകുന്നുണ്ട്, എനിക്ക് പേടിയാകുന്നു എന്ന് പറയുമ്പോൾ, പേടിക്കണ്ട, അച്ഛനില്ലേ കൂടെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഒപ്പമുണ്ടെന്നും പറഞ്ഞ് ശരവണൻ ഭൂമിയെ സമാധാനിപ്പിക്കുന്നു. കാറിൽ പോവുകയായിരുന്ന ചക്രവർത്തിയാണെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ആരോടോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആ ഒരു ഡ്രൈവറും കേൾക്കുന്നുണ്ട്. 10-30 വർഷമായിട്ട് ഈ ചക്രവർത്തിയുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ കാറിലിരുന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചക്രവർത്തി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഡ്രൈവറിന് ഉറപ്പായും തന്നെ അറിയാം. അന്നേ ദിവസം രാത്രി തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ ഡ്രൈവർ ആണെങ്കിൽ വീട്ടിലേക്ക് പോകുവാനായി ഇറങ്ങുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു ഓട്ടോ വരും. ഓട്ടോ കൈ കാണിച്ച് ഈ ഡ്രൈവറും ആ ഒരു ഓട്ടോയിൽ കയറി. എന്നാൽ ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ശരവണനും ഭൂമിയും തന്നെയായിരുന്നു. വേഷം മാറിയാണ് ഇരിക്കുന്നതും. ഡ്രൈവറിനെ അവർ ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ചക്രവർത്തി എങ്ങനെയുള്ള ആളാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഡ്രൈവർ പറയുന്നത്, എന്നായാലും ഇതുപോലെ ആരെങ്കിലും ചക്രവർത്തിക്കെതിരായിട്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നിങ്ങളാരും കരുതുന്നത് പോലെയല്ല, അയാൾ വളരെ മോശപ്പെട്ട ആളാ. അയാളാണെങ്കിൽ ഇല്ലീഗലായിട്ട് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്ത്രീ വിഷയത്തിലും മുന്നിലാണ്. അയാൾ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. എന്നെങ്കിലും ഒരിക്കൽ അയാളെ തിരക്കി ആരെങ്കിലും വരുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ ദേ നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അന്ന് ഈ കുഞ്ഞല്ലേ ചക്രവർത്തിയുടെ കാറിൽ കയറിയത്. നമ്മളെ കൊണ്ടൊന്നും അയാളെ ഒന്നും ചെയ്യാനായി പറ്റത്തില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അയാളെ അത്രയ്ക്ക് ക്രൂരനായെന്ന് പറയും. അത് കേട്ട ശരവണനാണെങ്കിൽ, നമ്മൾ ചക്രവർത്തിയെക്കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങളെന്നും ചക്രവർത്തിയെ അറിയണ്ട എന്നും പ്രത്യേകം ഡ്രൈവറിനോട് പറയുന്നു. ആ കാര്യം വല്ലതും ചക്രവർത്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളെ ജീവനോട് വെക്കത്തില്ല. അത് കേട്ട് ശരവണൻ പറയുന്നത്, ഇത്രയും മോശമായിട്ടുള്ള ആളിനൊപ്പം എന്തിനാ നിങ്ങൾ ജോലി ചെയ്യുന്നത്? എനിക്ക് മക്കളുണ്ട്, അവരെ വളർത്തണ്ടേ? അതിനു വേണ്ടിയിട്ടാ ഞാൻ ഇതെല്ലാം സഹിച്ച് 10-30 വർഷമായി നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം, ചക്രവർത്തിക്ക് ഇവിടെ അടുത്തായിട്ടൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ചക്രവർത്തി ആ ഒരു ഗസ്റ്റ് ഹൗസിൽ വരും. എന്തിനാണ് ആ ഗസ്റ്റ് ഹൗസിൽ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ വെച്ച് ചെയ്യുവാനായിട്ടും ആ ഒരു ഡ്രൈവർ പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ശരവണനും ഭൂമിയും ചേർന്ന് ആ ഒരു ഗസ്റ്റ് ഹൗസിന്റെ പരിസരത്തൊക്കെ കിടന്ന് കറങ്ങുകയാണ്. എന്തിനെന്നാൽ എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറി പറ്റണം. മാത്രവുമല്ല ഏത് വഴിയിൽ കൂടി കയറാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുകയാണ്. അതിനു ചുറ്റും 2-3 ദിവസം കിടന്ന് കറങ്ങും. മാത്രവുമല്ല ഭൂമി പറയുന്നുണ്ട്, അച്ഛാ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് ആളുകളെ വെച്ച് ചക്രവർത്തിയെ കൊന്നുകളയാം. ചക്രവർത്തി ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്ന ദിവസമില്ലേ, അതിനു മുൻപായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ആളുകളെ ആ ഒരു ഗസ്റ്റ് ഹൗസിനകത്ത് കയറ്റി നിർത്താം. ചക്രവർത്തി അവിടേക്ക് വരുന്ന സമയത്ത് അവിടെ ഇട്ട് അയാളെ തീർത്തിട്ട് അവർ പുറത്തു വരട്ടെ. ചോദിക്കുന്ന കാശ് നമുക്ക് കൊടുക്കാമെന്നും ഭൂമി പറയുന്നു. അത് കേട്ട് ശരവണൻ ചോദിക്കുന്നത്, ഇങ്ങനെ കൊട്ടേഷനൊക്കെ എടുക്കുന്നവർക്ക് ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ആകില്ലേ? നമ്മളുടെ കയ്യിൽ എവിടെ നിന്നാ കാശ് എന്നൊക്കെ ശരവണൻ പറയും. അമ്മയുടെ സ്വർണമൊക്കെ ഇരിപ്പൂലേ, നമുക്കതൊക്കെ വിറ്റ് കാശ് കൊടുക്കാമെന്നും ഭൂമി പറയുന്നു. അതേ സമയത്തായിരുന്നു ആ ഒരു കോൺസ്റ്റബിൾ അതുവഴി പോകുന്നതും. കോൺസ്റ്റബിൾ ആണെങ്കിൽ ശരവണനോട് പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞിട്ടില്ലേടാ കുഞ്ഞിനെ ഈ സമയത്തൊന്നും കൊണ്ടിങ്ങനെ നടക്കരുതെന്ന്. എത്രയും വേഗം ഇവിടെ നിന്ന് പോകുവാനായും പറഞ്ഞു.
ശരവണന് വീണ്ടും പോസ്റ്റർ ഒട്ടിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഭൂമിയും കൊണ്ട് തന്നെ പോസ്റ്റർ ഒട്ടിക്കുവാനായും പോകുന്നു. എന്നാൽ അവിടെ കുറച്ചുപേർ വന്നിട്ട് കുടിച്ചും കൊണ്ട് വല്ലാതെ പ്രശ്നമുണ്ടാക്കും. ബോട്ടിലൊക്കെ എടുത്ത് എറിയുന്ന സമയത്ത് ഭാഗ്യത്തിനാണ് ഭൂമിയുടെ മേൽ കൊള്ളാതെ അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടത്. അത് കണ്ടതും ശരവണന് വല്ലാതെ ദേഷ്യം വന്നു. ശരവണൻ അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കുവാനായും നോക്കി. എന്നാൽ അവരാണെങ്കിലോ ശരവണനെ ഓരോ കാര്യം പറഞ്ഞു ഉപദ്രവിക്കുവാനായി വരും. വേറെ വഴിയില്ലാതെ തന്റെ മകളെ എങ്ങനെയെങ്കിലും കാത്തു രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ശരവണനാണെങ്കിൽ അവരെ തിരികെ തല്ലുന്നു. അങ്ങനെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. അതേസമയം അവിടേക്ക് ഇൻസ്പെക്ടറുടെ ജീപ്പ് വരികയാണ്. ശരവണൻ അവരുമായി തല്ലുകൂടുന്നത് ഇൻസ്പെക്ടർ കാണും. ഇൻസ്പെക്ടർ അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ശരവണൻ തുറന്നു പറഞ്ഞു. മാത്രമല്ല ആ ഒരു ഇൻസ്പെക്ടർ ആണെങ്കിൽ അവിടുത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ശരവണന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ള കാര്യം പോലീസ് ഇൻസ്പെക്ടറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിടുകയും ചെയ്തു. കോൺസ്റ്റബിൾ പറഞ്ഞതുപോലെ ഇൻസ്പെക്ടർ അത്ര ക്രൂരനൊന്നുമല്ലെന്ന കാര്യം ശരവണന് മനസ്സിലായി. അങ്ങനെ ശരവണനും ഭൂമിയും വീട്ടിലെത്തി ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരവണൻ പറയും, നമുക്ക് ഈ കൊട്ടേഷൻ കൊടുത്ത് അയാളെ കൊല്ലിക്കുന്നത് വേണ്ടാന്ന് വെക്കാം. കാര്യം ഇപ്പം നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അവർ നമ്മളെ കാശ് വാങ്ങി വെച്ചുകൊണ്ട് ഇതൊക്കെ പുറത്ത് പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. നമ്മളല്ല, ഞാൻ തന്നെ ചെയ്യാം. കാരണം നിന്റെ ഭാവിയെ ഒരിക്കലും ഇത് ബാധിക്കരുത്. പഠിക്കേണ്ട പ്രായത്തിലുള്ള കുഞ്ഞിനെയും കൊണ്ട് കൊലപാതകത്തിന് പ്ലാൻ ചെയ്യുന്ന തന്നെ വലിയ തെറ്റുള്ള കാര്യമാണ്. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് താങ്ങാനായും പറ്റുന്നില്ല. അത് കേട്ടതും ഭൂമി പറയുന്നത്, അച്ഛാ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അയാൾ മരിക്കുന്നത് എൻ്റെ കണ്ണിൽ കാണണം. എന്നാൽ മാത്രമേ എനിക്ക് മനസമാധാനത്തോടു കൂടി ഉറങ്ങാനായും പറ്റൂ. അത് കേട്ടതും ശരവണനും എങ്ങനെയെങ്കിലും അയാളെ കൊല ചെയ്യണമെന്നും തീരുമാനിക്കുന്നു. ശരവണൻ പറയുന്നത്, അഥവാ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കാര്യം എന്താകും? നിന്നെ ആര് നോക്കും എന്നതൊക്കെയാണ് എൻ്റെ ടെൻഷനെന്നും ശരവണൻ പറയുന്നു. ശരവണനാണെങ്കിൽ കരച്ചിൽ വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത ദിവസം എത്തി. ആ ഒരാഴ്ച തന്നെ കൊല്ലുവാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തത്. അതേ ദിവസം എത്തുകയാണ്. അച്ഛനും മകളും കൂടി ഗസ്റ്റ് ഹൗസിനടുത്തേക്കും പോകുന്നു. അങ്ങനെ അവർ ആരും അറിയാതെ ആ ഒരു ഗസ്റ്റ് ഹൗസിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേ അയാളാണെങ്കിൽ വെള്ളം കുടിക്കുവാനായിട്ട് താഴേക്ക് ഇറങ്ങി വരും. അത് കാണുന്നതും അവർ ഒളിച്ചിരിക്കും. എന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പുറകിലൂടെ ചെന്ന് അയാളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്താമെന്നാണ് ശരവണന്റെ പ്ലാൻ. ശരവണൻ എഴുന്നേറ്റതും ആരോ പിറകിൽ നിൽക്കുന്നതായിട്ട് അയാൾക്ക് തോന്നി. അയാൾ തിരിഞ്ഞു നോക്കിയതും ശരവണനെ കണ്ടു. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. അയാൾ ഇത്രയ്ക്കും ഫൈറ്റ് ചെയ്യുമെന്ന് ശരവണൻ പ്രതീക്ഷിച്ചതേയില്ല. ശരവണനാണെങ്കിൽ അയാളെ തള്ളിക്കളഞ്ഞിട്ട് പോയി അവിടുത്തെ പവർ ഓഫ് ചെയ്യും. അതോടുകൂടി നല്ല ഇരുട്ട്. ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് അയാളോട് ഫൈറ്റ് ചെയ്യുമെന്നും ശരവണൻ തീരുമാനിച്ചു. എങ്ങനെ നടക്കാൻ? അയാളും തിരിച്ച് നല്ല രീതിക്ക് കൊടുക്കുകയാണ്. അയാളെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ശരവണൻ തോന്നില്ല. ഒളിച്ചിരിക്കുകയായിരുന്ന ശരവണനാണെങ്കിൽ ഭൂമിയോട് പറയുന്നുണ്ട്, നമ്മുടെ പ്ലാനൊന്നും വർക്കൗട്ട് ആകുമെന്ന് തോന്നില്ല. അയാളാണെങ്കിൽ നല്ല സ്ട്രോങ്ങാ, എങ്ങനെയാ അയാളെ കൊല്ലുന്നത് എന്നൊക്കെ അവർ സംസാരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണെങ്കിൽ ഇരുട്ടിൽ നിന്ന് തപ്പിത്തടയുന്ന അയാളുടെ നേരെ ഒളിച്ചു നിന്നുകൊണ്ട് ഗോലി കൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യുകയാണ് ശരവണൻ. എവിടെ നിന്നാണ് ഈ ഗോലികളൊക്കെ പറന്നു വരുന്നതെന്നൊന്നും അയാൾക്ക് മനസ്സിലാകുന്നതേയില്ല. വീണ്ടും അവിടെ ഒരു ഫൈറ്റ് നടക്കും. ഒരു ഘട്ടത്തിൽ അയാളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണമല്ലോ. അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ട് അയാളുടെ തലയിൽ മുഴുവൻ ചുറ്റുന്നു. എന്നിട്ട് ശരവണനാണെങ്കിൽ തൻ്റെ മകൾക്ക് സംഭവിച്ച കാര്യത്തെപ്പറ്റി എല്ലാം ഓർത്തുകൊണ്ട് കവർ ഇറുക്കി പിടിച്ചു വെക്കും. അതോടുകൂടി ശ്വാസം മുട്ടി അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ വിചാരിച്ച കാര്യം അച്ഛനും മകളും നടത്തുകയാണ്. ശരവണനും മകളും അവിടെ വന്നിരുന്നുവെന്നും അയാളെ കൊന്നതിനുള്ള എല്ലാ തെളിവും നശിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അച്ഛനും മകളും അവിടെ നിന്ന് പോകുന്നതും. പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം വളർത്താൻ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.